Good morning all. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. തിയറിയും ഇതിൻ്റെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് അപ്പം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രോബ്ലം ഇതിനകത്ത് ചോദിക്കാറുണ്ട് എക്സാമിന്, പക്ഷേ എളുപ്പമാണ്, ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ഇതിനകത്തുള്ള കുറച്ച് തിയറീസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് 11th ചാപ്റ്ററാണ് കേട്ടോ. ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് 11th 12th ആയിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏരിയാസാണിത്. അപ്പം ബഡ്ജറ്റ് എന്താണൊക്കെ നിങ്ങൾക്ക് അറിയാം ഇല്ലേ? ബഡ്ജറ്റ് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ശരിക്കും ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിലെ ഒരു ബ്ലൂ പ്രിൻറ്റ് നോക്കാം. ബഡ്ജറ്റ് ഈസ് സിംപ്ലി എൻ അക്കൗണ്ടിങ് പ്ലാൻ. It is a formal plan of action expressed in monetary terms. It could be seen as a statement of expected income and expenses under certain anticipated operating conditions. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ, അതായത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെക്കുക, ഇന്നൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഫ്യൂച്ചറിലേക്കുള്ള നമ്മളുടെ എക്സ്പെക്റ്റഡ് ഇൻകം എക്സ്പെൻസ് നമ്മൾ അത് അക്കൗണ്ടിങ് മോണിറ്ററി ടേമിൽ ചെയ്ത് വെക്കുന്നതിനാണ് എന്ത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വേർഡ് ഉണ്ടായതിൻ്റെ കാരണം ബഗറ്റി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ശരിക്കും അതെന്താ വെച്ചാൽ, ബഗറ്റി എന്ന് പറഞ്ഞാൽ ലെതർ ബാഗാണ്. ആ ഒരു പേര് അങ്ങനെയാണ് വന്നത്. ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ലെതർ ബാഗ്, ആ ഒരു മീനുന്നത് അങ്ങനെയാണ് ആ ഒരു ബഡ്ജറ്റ് എന്നുള്ളൊരു ടേം ഉണ്ടായി വന്നത്. അപ്പം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരുപാട് ഡീറ്റെയിലിൻ്റെ കാര്യമെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ പത്രത്തിലൂടെയൊക്കെ കാണുന്നതാണ്, ഫെമിലർ ആയിട്ടുള്ളൊരു വേർഡാണ്. പിന്നെ ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്ന് നോക്കാം. എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ? ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ് മാനേജിങ് കോസ്റ്റ് ത്രൂ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. Budgeting is thus only a part of budgetary control. ആക്ച്വലി ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ് എന്ത്, ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിങ്. ശരിക്കും ബഡ്ജറ്ററി കൺട്രോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, കോസ്റ്റ് കൺട്രോൾ ത്രൂ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. ശരിക്കും തന്നെ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാ, നമ്മളുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് അല്ലേ. ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റും എക്സ്പെൻസസും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളുടെ ഓരോ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇന്ന എക്സ്പെൻസ് നമുക്ക് വരും, ഇന്ന ഇൻകം നമുക്ക് വരും എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുന്നത് കോസ്റ്റ് കൺട്രോളിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മാനേജിങ് കോസ്റ്റ് ത്രൂ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. Budgeting is thus only a part of the budgetary control. Okay? According to CIMA, budgetary control is the establishment of budgets relating to the responsibilities of executives of a policy and the continuous comparison of the actual with the budgeted results, either to secure by individual action the objective of the policy or to provide a basis for its റിവിഷൻ. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ ഡെഫിനിഷൻസ് കാണാം. നിങ്ങൾക്ക് ഡെഫിനിഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് മീനിങ് എന്ന്. ഞാനൊരു ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്താ പറയുന്നത്, എന്താ ബഡ്ജറ്ററി കൺട്രോൾ വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റിംഗ്. എന്തിനാന്ന് വെച്ചാൽ കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് ബഡ്ജറ്റ് റിസൾട്ട്. അപ്പോൾ ആക്ച്വൽ റിസൾട്ടും നമ്മളുടെ ബഡ്ജറ്റ് റിസൾട്ടും നമ്മളുടെ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് ഫോർ ഈച്ച് പർപ്പസ് ഓഫ് ദി ബിസിനസ്. അതായത് നമ്മൾ നോർമലി ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ റിവിഷൻ ഓഫ് ബഡ്ജറ്റ് ഇൻ വ്യൂ ഓഫ് ചേഞ്ചസ് ഇൻ കണ്ടീഷൻ.
നമ്മൾ റിവൈസ് ചെയ്യപ്പോഴാണ് നമ്മൾ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിൻജൻസിയോ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റോ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റ് മേ ബി നമ്മൾ റിവൈസ് ചെയ്യും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അതിന് വേണ്ടി നമ്മൾ പഠിക്കും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ട്, നമ്മൾ കണ്ടിൻജൻസി അനുസരിച്ച് മാറ്റുന്നതാണ് എന്ത് ഫ്ലെക്സിബിൾ. ഫിക്സഡ് ബഡ്ജറ്റ് ആണെങ്കിൽ അതിൽ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്താറില്ല. ദെൻ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസസ്. എന്താ പറയുന്നത്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അതെപ്പോഴും ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസ്. പിന്നെ ടേക്കിംഗ് സ്യൂട്ടബിൾ റെമഡിയൽ ആക്ഷൻ വെദർ നെസറി. അതെ, നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു റെമഡിയൽ ആക്ഷൻ നമ്മൾ എടുക്കും. പിന്നെ വരുന്നത് അനലൈസ് ഓഫ് വേരിയേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഫ്രം ദാറ്റ് ഓഫ് ദി ബഡ്ജറ്റഡ് പെർഫോമൻസ് ടു നോ ദി റീസൺ ദെയർ ഓഫ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസും ആൻഡ് ബഡ്ജറ്റഡ് പെർഫോമൻസും നമ്മളുടെ ആ ഒരു ഡീവിയേഷൻ്റെ ഒരു റീസൺ എന്താണ് നമ്മൾ മെഷർ ചെയ്ത് വയ്ക്കും. തന്നെ അതിന് കുറേ ഒബ്ജക്റ്റീവുകളുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ബഡ്ജറ്ററി കൺട്രോളിന് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ഫോർ പ്ലാനിങ് പർപ്പസ്. പ്ലാനിങ് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമുക്ക് എന്ത് വേണം, ബഡ്ജറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യും, പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന വേറൊരു ഒബ്ജക്റ്റീവ് കോർഡിനേഷനാണ്. കോർഡിനേഷൻ പർപ്പസിന് വേണ്ടി. കോർഡിനേഷൻ വെച്ചാൽ എന്താ, നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ബഡ്ജറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെഷർമെൻറ്റ് ഓഫ് സക്സസ്. ബഡ്ജറ്റ് പ്രസൻസ് എ യൂസ്ഫുൾ മീൻസ് ഓഫ് ഇൻഫോമിങ് മാനേജേഴ്സ് ഹൗ വിൽ ദേ ആർ പെർഫോമിങ് ഇൻ മീറ്റിംഗ് ടാർഗറ്റ് ദേ ഹാവ് പ്രീവിയസ്ലി ഹെൽപ്ഡ് ടു സെറ്റ്. അതെന്താ, നമ്മളെ റിസൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വി നോ ഹൗ വെൽ വി പെർഫോം, നമ്മളെങ്ങനെയാണ് പെർഫോം ചെയ്തത് നമുക്കറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബഡ്ജറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ മോട്ടിവേറ്റ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അതായത് ഇത്രയാണ് നമ്മളുടെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് നിങ്ങളിപ്പോൾ എക്സാമിന് ഒരു 80% മാർക്ക് വേണമെന്ന് ടാർഗറ്റ് വെച്ചാൽ നിങ്ങൾ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഈസ് ആൾവേസ് കൺസിഡേർഡ് എ യൂസ്ഫുൾ ടൂൾ ഫോർ എൻകറേജിങ് മാനേജേഴ്സ് ടു കംപ്ലീറ്റ് തിങ്സ് ഇൻ ലൈൻ വിത്ത് ബിസിനസ് ആക്ടിവിറ്റീസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ. ബഡ്ജറ്റ് സർവീസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ വിത്ത് ദിസ്. എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഒബ്വിയസ്ലി അത് കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് വരും. കോർഡിനേഷൻ്റെയും മോട്ടിവേഷൻ്റെയും. കാരണം നമ്മൾ ഇപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടാർഗറ്റഡ് ബഡ്ജറ്റഡ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ടാണ് നമ്മൾ എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെയുണ്ട് എന്താ, ഇറ്റ് റെഡ്യൂസ് അൺസർട്ടൈനിറ്റീസ്. ഞാൻ സ്ലൈഡിൽ വെക്കാത്ത പോയിൻ്റ് ഉണ്ട്, വേണേൽ നിങ്ങൾ നോട്ട് വെച്ചോ. എന്താ, എപ്പോഴും അൺസർട്ടൈനിറ്റീസിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ വേറൊരു ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ ഇറ്റ് ഡയറക്റ്റ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ഗോൾസ്. നമ്മൾ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇൻഡിവിജ്വൽസിനെ ആ ഒരു നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. then it improve operational efficiencies and to eliminate wastage of അല്ലെങ്കിൽ it improve the economies of scale, internal economies of scale-നെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഒബ്ജക്റ്റീവായിട്ട്. നിങ്ങൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ അതിൻ്റെ സ്റ്റെപ്സാണ്. ബഡ്ജറ്ററി കൺട്രോളിൻ്റെ സ്റ്റെപ്സ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വരുന്നത് നീഡ് ഫോർ ബഡ്ജറ്റ് ഓർ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഈ ഒബ്ജക്റ്റീവ് തന്നെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട് വായിച്ചാൽ മതി. പിന്നെ നമുക്കുള്ളത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബഡ്ജറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് അതും പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ ഇപ്പോൾ തന്നെ അയച്ചുതരാം. നല്ലോണം ഒന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.